തലസ്ഥാനത്തിൻ്റെ മേയർ എന്നും അല്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുമൊക്കെ ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം ആര്യ രാജേന്ദ്രൻ എന്ന്. പലപ്പോഴും വിമർശനങ്ങളിലും വിവാദങ്ങളിലും ട്രോളുകളിലും ഒക്കെ പെട്ടിട്ടുണ്ട് ആര്യ രാജേന്ദ്രൻ. ആര്യയുടെ ഭരണം എത്രമാത്രം ശരി എന്നുള്ളതിൽ ഒരു പക്ഷേ വട്ടപൂജ്യമെന്നോ കുറച്ചെന്നോ ഒക്കെ പറയാനേ പറ്റത്തുള്ളൂ. കാരണം തലസ്ഥാനത്തിൽ അത്ര വലിയ നിലയിലൊന്നും എത്താൻ അല്ലെങ്കിൽ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ തലസ്ഥാനത്തിൻ്റെ നിരവധി പ്രശ്നങ്ങൾ അത് തീർക്കാനൊന്നും ആര്യയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാലും ആര്യയെ ഒരുപക്ഷെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന നിരവധി പ്രവർത്തകരും ആരാധകരും ഒക്കെ തലസ്ഥാനത്തും നമ്മുടെ കേരളത്തിലുമൊക്കെ ഉണ്ട്. നിരവധി അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയിട്ടുണ്ട്. അതിലും വലിയ ട്രോളുകളും ഡ്യൂപ്ലിക്കേറ്റും ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. പലപ്പോഴും ഞാനും ആര്യ രാജേന്ദ്രനെ നിരവധി തവണ വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അത് ഒരുപക്ഷെ നമ്മുടെ വികസന പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് യാതൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ചിലതൊക്കെ വിട്ടുപോകുന്നു, ചിലതൊക്കെ അഴിമതികളൊക്കെ വരുന്നു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വിമർശിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് ആര്യ രാജേന്ദ്രന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഒരു കാര്യം ഇന്നലെ ന്യൂസ് മലയാളം നടത്തിയ ഒരു ഡിബേറ്റിൽ ആര്യ BJPയുടെ VV രാജേഷും തമ്മിലുള്ള ഒരു ഡിബേറ്റിൽ ആര്യ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് ഏതായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വളരെയധികം ഏറ്റെടുത്തിരിക്കുകയാണ്. ആര്യ ഒരുപക്ഷെ ഹൃദയത്തിൽ തൊട്ടാണ് ആ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അത് ഒരുപക്ഷെ BJP നേതൃത്വത്തിനെ തന്നെ ആടി ഉലയ്ക്കുന്നത് തരത്തിലായിരുന്നു. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരനെ അടക്കം അത് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ആര്യ രാജേന്ദ്രൻ തുറന്നടിച്ചത്. ഒരിക്കലും തുറന്നടിക്കില്ല എന്ന് പറഞ്ഞെടുത്താണ് ഒരിക്കലും തങ്ങൾ എന്തൊക്കെയാണോ പറയാനിരിക്കുന്നതൊന്നും പറയില്ല എന്നുള്ളടത്ത് VV രാജേഷ് എൻ്റെ നാവിലിട്ട് കുഴലിട്ട് ഇളക്കി എടുത്ത ചില കാര്യങ്ങൾ തന്നെയാണ് എന്നുകൂടി ഇടയ്ക്കൊക്കെ പരോക്ഷമായിട്ട് ആര്യ രാജേന്ദ്രൻ പറയുന്നുണ്ട്. ഏതായാലും ആര്യ ഈ പറഞ്ഞതിന് നമ്മൾ കൈയടിച്ചേ പറ്റത്തുള്ളൂ. ചില രാഷ്ട്രീയ പരാമർശങ്ങൾ BJPയുടെ എതിരെ നടത്തുമ്പോൾ ഒരുപക്ഷെ ചില കാര്യങ്ങൾ അതിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ആര്യ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ്റെ ഇടപെടൽ എന്നും ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എങ്ങനെയായിരിക്കണം എന്നും കൃത്യമായിട്ട് ആര്യയുടെ വാക്കുകളിലുണ്ട്. ആര്യ ഒരുപക്ഷെ ഈ പറയുന്ന ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ ജനമനസ്സുകളിലേക്ക് കൂടുതൽ ഇടം കൊടുക്കാനൊന്നും ആര്യയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ, ചില നന്മയുടെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മേയറൂട്ടിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ചില ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഇമോഷണലി ആര്യ താഴ്ന്നു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആര്യയും ഒരു സാധാരണ സ്ത്രീ തന്നെയാണ്, സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി തന്നെയാണ്. ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്നും ഒരുപക്ഷെ നിരവധി പ്രശ്നങ്ങളും പട്ടിണിയും ദുരിതവും ഒക്കെ ആയിട്ട് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് നിൽക്കുകയും ഒപ്പം പഠനവും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോയ നമ്മുടെ മേയർ ഒരുപക്ഷെ ഒരു ഭാഗത്ത് ചില അഴിമതികളും ചില ആരോപണങ്ങളും ചില വിമർശനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മറുഭാഗത്ത് ഒരുപക്ഷെ ആര്യയെ പറ്റി ചിന്തിക്കുമ്പോൾ നല്ലൊരു വ്യക്തിത്വമുള്ള നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരിയായിട്ട് ചിലപ്പോഴൊക്കെ തോന്നാറുമുണ്ട്. ഏതായാലും ആര്യ രാജേഷ് VV രാജേഷിനോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വളരെയധികം വൈറലായിരിക്കുന്നു. ആര്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട രാജേഷിനും തിരുവനന്തപുരത്തെ BJPക്കാർക്കും എൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുടെ 4-1 ആശങ്കയും കരുതലും സ്വന്തം സഹപ്രവർത്തകരോട് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പല പ്രിയപ്പെട്ട നേതാക്കളും മനുഷ്യരും ഇന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നു. അതായത് ആര്യ രാജേന്ദ്രൻ്റെ ഇപ്പോഴത്തെ, അതായത് CPM ആര്യയെ മത്സരിപ്പിക്കുന്നില്ല, ആര്യയുടെ ഭാവി എന്ത് എന്നുള്ള ഒരു പരാമർശം BJPയിലും കോൺഗ്രസിലും ഒക്കെ ഇങ്ങനെ ട്രോളുകളായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനെ കുറിച്ച് വീണ്ടും ആ ഒരു ഡിബേറ്റിൽ എടുത്തിട്ടപ്പോഴാണ് VV രാജേഷിന് ഇത്തരത്തിലുള്ള മറുപടി കൊടുക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് എൻ്റെ നഗരസഭയിലെ BJP കൗൺസിലറായ തിരുമല അനിൽ എന്ന അനിയേട്ടനെ കുറേ ദിവസങ്ങളായി നഗരസഭയിൽ കാണാത്തതിന് കാരണം അന്വേഷിച്ച് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. 2 തവണ വിളിച്ചു. 3ാമത്തെ തവണ അദ്ദേഹം പ്രതികരിച്ചു. അസുഖമായതുകൊണ്ടാണ് നേരിൽ കാണാത്തത് എന്നൊരു ഉത്തരമായിരുന്നു അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചത്. ഞാൻ ആളുകൾ വഴി അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചു. വ്യക്തമായ ഉത്തരങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നീട് മറ്റൊരു ദിവസം രാത്രിയിൽ അദ്ദേഹം എന്നെ തിരികെ വിളിച്ചു. എനിക്ക് മേയറെ ഒന്ന് നേരിട്ട് കാണണം, എനിക്ക് സംസാരിക്കാനുണ്ട്, എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാൻ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അതുപോലെ തന്നെ തിരക്കുകൾ ഒഴിഞ്ഞ ഒരു നേരത്ത് അദ്ദേഹം ക്യാബിനുള്ളിലേക്ക് കയറി വന്നു. എന്താണ് പറ്റിയത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ എൻ്റെ മുന്നിൽ വെച്ച് പൊട്ടിക്കരയുകയായിരുന്നു. അത്രയും നാൾ എന്നെ രാഷ്ട്രീയപരമായി വിമർശിക്കുകയും തർക്കിക്കാനും മുന്നിൽ നിന്ന മനുഷ്യനായിരുന്നു അനിലേട്ടൻ. ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം അവിടെ പെയ്തു തോരുകയായിരുന്നു. താൻ കൈകാര്യം ചെയ്യുന്ന BJP ഭരണസമിതിയുടെ സഹകരണ ബാങ്കിലെ ഇടപാടുകളിൽ ഞാൻ പെട്ടുപോയെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു.
അപ്പോഴും സ്വന്തം പാർട്ടിയെ കുറ്റപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിക്കാൻ രാഷ്ട്രീയ പ്രതിയോഗി എന്ന നിലയിൽ പോലും ഞാൻ അന്ന് മിനക്കെട്ടതുമില്ല. ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചപ്പോഴും എല്ലാം ശരിയാകുമെന്നും ഒന്നും നടന്നില്ല എങ്കിൽ എന്നെ വന്ന് കാണാനും പറഞ്ഞ് ഞാൻ അന്ന് ആശ്വസിപ്പിച്ചാണ് വിട്ടത്. ശരീരം വല്ലാതെ ക്ഷീണിതമായ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്ന് എനിക്കും തോന്നി. ഞാൻ അദ്ദേഹത്തെ ഡോക്ടറെ കാണാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വിളിച്ചു അദ്ദേഹത്തിന് ധൈര്യം പകർന്നു. ബാങ്കിന്റെ കാര്യങ്ങളിൽ തളർന്നു പോവരുതെന്നും എതിർ രാഷ്ട്രീയ പാർട്ടി എന്ന ലേബൽ വെച്ച് ഒരിക്കലും താങ്കളെ ഞങ്ങൾ ഇക്കാര്യത്തിൽ വേട്ടയാടിയില്ലെന്നും സാധ്യമായ എല്ലാ പരിഹാരങ്ങളും കണ്ടെത്തി തരുമെന്നും ഞാൻ പറഞ്ഞു. കാരണം അത്രമേൽ അദ്ദേഹം തളർന്നു പോയതായി എനിക്ക് മനസ്സിലായി. പിന്നീട് അല്പ ദിവസങ്ങൾക്ക് ശേഷം എന്നെ തേടിയെത്തിയ ഒരു ഫോൺ കോൾ അദ്ദേഹം BJP ഓഫീസിൽ തൂങ്ങി മരിച്ചു എന്നുള്ളതായിരുന്നു. എൻ്റെ കൈകാൽ വിറച്ചുപോയി. ആ ഭൗതിക ശരീരം കാണാൻ ഞാൻ വീട്ടിൽ പോയിരുന്നു. അവിടെ BJP നേതാക്കളും എത്തിയിരുന്നു. അവിടെ നടന്നതൊന്നും ഞാൻ തുറന്നു പറയുന്നില്ല. ഇതൊന്നും ഇത്രയും കാലം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പറഞ്ഞു വന്നത് എൻ്റെ കാര്യങ്ങളിൽ കാണിക്കുന്ന ശ്രദ്ധയുടെ 100-1 ശ്രദ്ധയും ഒരിത്തിരി സഹാനുഭൂതിയും കേൾക്കാനുള്ള മനസ്സും സ്വന്തം സഹപ്രവർത്തകനോട് കാണിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷനിലെ കസേരയിൽ ജീവനോടെ ഇരുന്നേനെ. VV രാജേഷ് ഒരക്ഷരം മിണ്ടാതെ നിശബ്ദമായി ഇതിന് കേൾക്കുകയായിരുന്നു. സ്വന്തം പാർട്ടിക്കാർ അദ്ദേഹത്തെ കേട്ടില്ലെങ്കിലും അദ്ദേഹം അത്രയും കാലം രാഷ്ട്രീയപരമായി ആക്രമിച്ച മറ്റൊരാൾ അദ്ദേഹത്തെ കേട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തെ തേടിപ്പോയി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ്. സ്വന്തം പാർട്ടിക്കാരിയല്ല, മറ്റൊരു എപ്പോഴും തന്നെ വിമർശിക്കുകയും ഏത് പ്രശ്നത്തിനും തനിക്കെതിരെ മുന്നിൽ നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് പോയി ആശ്വസിപ്പിക്കുകയും ആ വ്യക്തിയുടെ വിഷയങ്ങൾ പരിഹരിക്കാമെന്നൊരു വാക്ക് കൊടുക്കുകയും ചെയ്ത് അതാണ് ഒരു പക്ഷേ യഥാർത്ഥ നേതാവ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവ്. സ്വന്തം പാർട്ടിക്കാരുടെ സാമ്പത്തിക കുരുക്കിൽപ്പെട്ട അയാളെ രക്ഷിക്കാൻ ആയില്ലെങ്കിൽ പോലും ആര്യ പറയാൻ വാക്കുകളില്ല. ഇന്ന് ഇത് തന്നെയാണ് സഹകാരി എന്നുള്ളത്, അതായത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ളത്. ഇതാണ് മനുഷ്യത്വവും പൊതുപ്രവർത്തനവും ഒക്കെ. ഏതായാലും ആര്യ രാജേന്ദ്രൻ ഇത് പറയുമ്പോൾ തന്നെ പലരും അവിടെ വല്ലാതെ വികാരം കൊണ്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല പലരുടെ ഉള്ളിൽ ഒരുപക്ഷെ രാജേഷ് ഉൾപ്പെടെയുള്ള തലകുനിച്ചിരിക്കുകയാണ്. BJPയിൽ ഈ അടുത്ത ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസവും ഈ പറയുന്ന ഒരു BJP നേതാവിനെ ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വം നൽകുന്നില്ല എന്നുള്ള പേരിൽ സൂയിസൈഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. മറ്റൊരു നേതാവ് ഇതുപോലെ സൂയിസൈഡിൽ ശ്രമിച്ചു, പക്ഷേ എന്തോ ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടി. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് BJP പ്രവർത്തകരുടെ ഇടയിൽ, BJP നേതാക്കന്മാരുടെ ഇടയിൽ സംഭവിക്കുന്നത് എന്നുള്ളത് അറിയില്ല. ഒരുപക്ഷെ നേതാക്കന്മാർ അവരുടെ മനസ്സും ശരീരവും കുടുംബമൊക്കെ മറന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന സ്ഥാനം കിട്ടാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവരെ ഒന്ന് കേൾക്കാൻ അല്ലെങ്കിൽ അവരുടെ ഭാഗം ഒന്ന് കേൾക്കാൻ ആരുമില്ലാത്തതാണോ എന്താണെന്നുള്ള അറിയില്ല. പക്ഷേ ആര്യ രാജേന്ദ്രൻ എന്ന മേയർ ഒരു പക്ഷേ ഇത്തരത്തിൽ ആ വ്യക്തിയെ ഫോളോ ചെയ്യുകയും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടുന്ന എന്തും കൊടുക്കാമെന്നൊരു വാക്കുകൊണ്ട് പറയുകയും ചെയ്ത് അതാണ് യഥാർത്ഥ രാഷ്ട്രീയം, യഥാർത്ഥ രാഷ്ട്രീയ നേതാവ്. ഇതിലേതായാലും എല്ലാ കാര്യത്തിലും ആരെയും ഒരു പക്ഷേ വിമർശനങ്ങൾ നമുക്ക് പെടുത്താം, ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഒരു പക്ഷേ ആര്യ ചെയ്തത് വളരെ നല്ലൊരു പ്രവൃത്തിയാണ്, സത്പ്രവൃത്തിയാണ്. കാരണം രാഷ്ട്രീയമല്ല, മനുഷ്യൻ്റെ ജീവിതമാണ്, മനുഷ്യനാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് ഈ ഒരു കൊച്ചു മേയറുട്ടി നമുക്ക് കാണിച്ചു തരികയാണ്.